പെരിഫറലായിട്ട് കുറേ കാര്യങ്ങൾ വിളിച്ചു പോവരുതെന്നുള്ള സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. എൻ്റെ വിജയ് സൂപ്പറും പൗർണമിയും എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ കൊച്ചിയിൽ ഒരു സെൻറ്റർ പോലും ഇല്ല പടം റിലീസ് ചെയ്യാൻ. ഞാനിത് വിഷമിച്ചിട്ടുണ്ട്. കാരണം പക്ഷേ മമ്മൂക്കയുടെ കയ്യൊപ്പ് ആ സിനിമ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള സിനിമയാണ്. രഞ്ജിത്തേട്ടൻ്റെ സിനിമയാണ്. അതിൽ മമ്മൂക്ക ജാഫർ ഇടുക്കിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിംഗിൾ ഷോട്ട് സീനുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നിട്ട് ആ സിനിമ കണ്ടപ്പോൾ ഞാനൊന്ന് മാർക്ക് വെച്ചു, ജാഫർ ഇടുക്കി. ഞാൻ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ജാഫർ ഇടുക്കി ഉണ്ടാവും. മിയ എന്നെ വെച്ചിട്ട് കുറെ ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. കറി പൗഡറിനൊക്കെ ചെയ്തിട്ട് കറി പൗഡർ, പിന്നെ ചുരിദാർ മെറ്റീരിയൽ പൂത്തീസ്. ഞങ്ങൾ മലേഷ്യയിലൊക്കെ പോയി ഷൂട്ട് ചെയ്തു. ജിസ് ജോയ് സിനിമകളിൽ കല ആൻഡ് വ്യവസായം എങ്ങനെയാ? നല്ല ചോദ്യമാണ്. പക്ഷെ സത്യസന്ധമായിട്ട് ഈ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് മറ്റേ ഞാൻ പറയും 50-50 ആണ്. എസ്തെറ്റിക്സ് വേണം, ബിസിനസ്സും വേണം. കാരണം ബിസിനസ് പാളിയാൽ ഇനി നമുക്ക് എസ്തെറ്റിക്സ് കാണിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. ആസിഫ് ഖാന്റെ കണ്ണ് എല്ലാരും പറയുന്നത് ശ്രുതിയുടെ കണ്ണിനെയും പറയാറില്ല, ഭയങ്കര പവർഫുൾ ആണ്. ആ സീൻ എങ്ങനെയായിരുന്നു? ഇവർ രണ്ടുപേരുടെയും നോട്ടങ്ങളെ. ഒന്നാമത്തെ കാര്യം, ശ്രുതിനെ ഞാൻ കണ്ടുപിടിക്കുന്ന തന്നെ ഒരു കല്യാണ വീഡിയോ വധുവിനെയും വരനെയും മറ്റേ അനുമോദിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി. അപ്പോൾ അവൾ ആരെയോ കൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ നോട്ടം കണ്ണാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റ് ഒരു സിനിമയിലും ജയസൂര്യ വന്നിട്ടുണ്ട്. ഞങ്ങളൊരു കഥ ആലോചിച്ചിരുന്നു, ഞാൻ എബ്രഡ് ഷൈനും കൂടെ ജയസൂര്യ അഭിനയിക്കുന്നത്. അപ്പം പക്ഷെ ജയൻ ആ സമയത്താണ് ഇപ്പൊ ചെയ്യുന്ന വലിയ പടത്തിന്റെ ഷൂട്ടിംഗ്, സൂപ്പർ സ്റ്റാർസ് ഉൾപ്പെടെ നോക്കും. ഒരു സമയത്ത് ബാക്ക് ടു ബാക്ക് 10-12 പടങ്ങൾ ഇവരുടെ പൊട്ടി കാലം ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ ഹിറ്റിലാണ് തിരിച്ചു വരുന്നത്. അതാണ് സിനിമയുടെ മാജിക്. ഹായ്, നമ്മളോടൊപ്പം ഉള്ളത് ഡയറക്ടർ ജിസ് ജോയ്. നമസ്കാരം. ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. പ്രൊമോഷന് മുമ്പ് നമ്മള് സംസാരിച്ചിരുന്നു. ഇപ്പോ ആഫ്റ്റർ റിലീസ് ഈ രണ്ട് സമയത്തുള്ള ഒരു മാനസികാവസ്ഥ എന്താ? രണ്ട് സമയത്തുള്ള മറ്റേത് നമുക്ക് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് പ്രേക്ഷകർ സ്വീകരിക്കാൻ പോകുന്നതെന്ന് അറിയാത്തതിന്റെ ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ. ടെൻഷൻ എന്ന് പറയാം, അതുണ്ടാവും, ആർക്കായാലും ഉണ്ടാവും. കാരണം ഇത്രയും സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ക്രിയേറ്റിവിറ്റി കാണിക്കാൻ മറ്റൊരാളുടെ പണം കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു ബിസിനസ്സും കൂടിയാണല്ലോ. അപ്പോൾ ഇതെല്ലാം നല്ല രീതിക്ക് വരണം. സീസൺ, വെക്കേഷൻ കഴിയാൻ പോണു, മഴക്കാലം വരാൻ പോണു, ഇതൊക്കെ മനസ്സിലുണ്ട്. സിനിമയുടെ കണ്ടന്റ് ആൾക്കാർ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനപ്പുറം ഇത്തരം ചില കൺസേൺസും കൂടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ദൈവഗർഭ കൊണ്ട് ഈ പറഞ്ഞ മഴയൊക്കെ ഉണ്ട് ഒരു സൈഡില്. നമുക്ക് ഒരിക്കലും മഴ മാറട്ടെ എന്നൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല, ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം മഴ ആഗ്രഹിക്കുന്ന എത്രയോ സ്ഥലങ്ങളും രാജ്യങ്ങളും. ആ സമയത്ത് നമ്മൾ നമ്മുടെ സിനിമ ഓടാൻ വേണ്ടിയിട്ട് മഴ മാറട്ടെ എന്നൊന്നും ഒരു കാരണവശാലും ചിന്തിക്കാൻ പോലും പാടില്ല. സോ നമ്മുടെ സിനിമ അതിനൊപ്പം ഓടട്ടെ എന്ന് പ്രാർത്ഥിക്കാം, മഴയോടൊപ്പം സിനിമ മഴയെ അതിജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ഇപ്പോഴും ഉണ്ട്. ഇതിന്റെ ഒരു ഓവർ ഹൈപ്പ് വേണ്ട എന്നുള്ളത് മുന്നേ ഉള്ള തീരുമാനം തന്നെയായിരുന്നു. പെരിഫറലായിട്ട് കുറേ കാര്യങ്ങൾ വിളിച്ചു പോവരുതെന്നുള്ള സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അത് ഓരോ ആർട്ടിസ്റ്റിനോടും എൻ്റെ ഇത്തരം ഇൻ്റർവ്യൂസിനും പ്രസ് മീറ്റിനൊക്കെ പോകുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് നമ്മൾ സിനിമ സംസാരിക്കട്ടെ. സിനിമയിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ, എനിക്കറിയാം എൻ്റെ വിജയ് സൂപ്പറും പൗർണമിയും എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പം എൻ്റെ സ്ഥലം എറണാകുളം, കൊച്ചിയാണ്. കൊച്ചിയിൽ ഒരു സെൻറ്റർ പോലും ഇല്ല പടം റിലീസ് ചെയ്യാൻ, ഒരു സെൻറ്റർ പോലും ഇല്ല. ഞാനിത് വിഷമിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ സിനിമ ഒരു തിയേറ്റർ പോലും ഉണ്ട്. തിയേറ്റർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കൊച്ചിയുടെ ചില ഔട്ട്സ്കേർട്സിലൂടെ തിയേറ്റർ, അവിടെ റിലീസ് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. മെയിൻ സെൻറ്റേഴ്സ് ഇല്ല. അപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ നൂൺ ഷോ കഴിഞ്ഞു, മാറ്റിന് കഴിഞ്ഞു, ഫസ്റ്റ് ഡേ കഴിഞ്ഞതോടുകൂടി പിറ്റേ ദിവസം മെയിൻ സെൻറ്ററിലേക്ക് സിനിമ വരികയും തിയേറ്ററുകളുടെ എണ്ണം കൂടുകയൊക്കെ ചെയ്തു. ഇതാണ് സിനിമയുടെ ഒരു മാജിക്. പൊതുവെ സിനിമ നല്ലതാണെങ്കിൽ ആ സിനിമ തന്നെ അതിനുവേണ്ടി സംസാരിച്ചോളൂ. അതുകൊണ്ട് നമ്മളായിട്ടൊന്നും ഇതെങ്ങനെയാണ്, ഇത് ഗംഭീരമാണ്, ആ ഡയലോഗുകളൊന്നും പറയരുത് എന്ന് ഞാനും പറഞ്ഞിട്ടില്ല, വേറെ ആരോടും പറയാനും സമ്മതിച്ചിട്ടുമില്ല. ഇതിൽ ഇപ്പൊ കുറെ പേര് പറയുന്ന കേൾക്കാം, അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ടും പറയുന്നുണ്ടോ, ഇപ്പൊ എല്ലാവർക്കും ത്രില്ലർ മതി, അല്ലെങ്കിൽ ത്രില്ലറാണ് എഴുതുന്നവരെല്ലാം ത്രില്ലറിന്റെ പുറകെയാണ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പം റോംകോം ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എളുപ്പം ഇതിലേക്കൊക്കെ പോകുന്നതാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എന്താ ഒട്ടും എളുപ്പമല്ല, വെറുതെ പറയുന്നതാണ്. ഇത് എഴുതി വെക്കാനും ബുദ്ധിമുട്ടാണ്, ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ അതിലേറെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറയായിരുന്നു നേരത്തെ, അതായത് ഈ മറ്റ് സിനിമകളിൽ സീൻ ഓർഡറൊക്കെ നമുക്ക് ഷഫിൾ ചെയ്യാം. ഇതിൽ ആ പരിപാടി നടക്കില്ല. കാരണം കണക്റ്റഡ് ആയിരിക്കും. ഒരു സീൻ, ഇപ്പൊ അവിടുത്തെ ഒരു സീൻ നമ്പർ 32 തന്നെ ആയിരിക്കും. 32 അടുത്ത് 27 ആക്കാൻ പറ്റില്ല. കുറ്റാന്വേഷണ കഥകൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. ഒറ്റ ആണ്, പിന്നീട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്ക്രിപ്റ്റിൽ തന്നെ കറക്റ്റ് ചെയ്ത് പോകണം.
ഫീൽ ഗുഡിലൊക്കെ നമ്മൾ കുറച്ച് സീൻസ് എടുത്ത് കളഞ്ഞാലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാലോ ഇന്റർവൽ പഞ്ച് ഇങ്ങോട്ട് ഇട്ടാലോ ഒന്നും ഒരു പ്രശ്നമൊന്നും സംഭവിക്കാൻ പോകും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ട് പറയാണ്, ഇത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് ഭയങ്കരമായ റിസർച്ച് ആവശ്യമുണ്ട്, ഭയങ്കരമായ കടിഞ്ഞാണ് ആവശ്യമുണ്ട്, കൈയടക്കം ആവശ്യമുണ്ട്. ഒരു ലൗഡ് ആവേണ്ടത് ലൗഡ് ആവണം, സംശയം തോന്നിപ്പിക്കേണ്ടത് ഡെലിബറേറ്റ്ലി തോന്നിപ്പിക്കണം, തോന്നിപ്പിക്കാൻ പാടില്ലാത്തത് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. എന്തൊക്കെയോ അത് ആക്ടേഴ്സിന്റെ പെർഫോമൻസിൽ പോലും നമ്മൾ ആ നിയന്ത്രണം വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. അങ്ങോട്ട് ഒരു നോട്ടം മാറിയാൽ മനസ്സിലാവും. അതെ. എഡിറ്റിംഗിന്റെ സൂരജ് അല്ലെ, പുള്ളിയെ ഇന്നലെ ആസിഫ് ഖാൻ കാര്യമായി പറയുന്നുണ്ടായി. സൂരജിനോട് പറയണം. കാരണം സൂരജ് ഇപ്പോ ഇത് കാണുന്നവർക്ക് മനസ്സിലാവാൻ എളുപ്പത്തിൽ പറഞ്ഞപ്പോ വെള്ളിമൂങ്ങ എന്ന് പറയുന്ന സിനിമ എഡിറ്റ് ചെയ്തത് സൂരജാണ്. സൂരജ് ഒരു ഇപ്പൊ ഭയങ്കര സൗമ്യനായ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ 7 മാസം 8 മാസം മറ്റും എടുത്ത് ഇതിന്റെ എഡിറ്റിംഗ് തീരാനായിട്ട് ഇങ്ങനെ ഡെയിലി ഇപ്പൊ ഞാൻ എവിടെ പറയുന്നത്, മറ്റൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഭാര്യ ചോദിക്കുന്നത് ഇന്ന് മീറ്റിംഗ് ഉണ്ടോന്നാ ചോദിക്കാറ്. ഇന്ന് എഡിറ്റിംഗ് ഉണ്ടോന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്. കാരണം എല്ലാ ദിവസവും രാവിലെ എഡിറ്റിംഗ് ഇത് തന്നെ പരിപാടി. ഈ നെഗറ്റീവ് റോൾസ് ചെയ്തവരെ നമ്മൾ എടുത്തു ഈ പറഞ്ഞ കുറെ പേരുണ്ട്, പ്രതി ചേർക്കപ്പെടാൻ പ്രതിയാവാൻ സാധ്യതയുള്ള കുറെ പേരെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഇവരെയൊക്കെ സെലക്ട് ചെയ്യുന്നത് കാരണം എടുത്തു പറയണമെന്നില്ല ആൾക്കാരെ, പക്ഷെ ആ കാറ്റഗറി അത്ര ബിജുചേട്ടനെയും ആസിഫ് ഖാനെയും ബാക്കിയുള്ളവരെയൊക്കെ പോലീസുകാരെയൊക്കെ പോലെ ഇമ്പോർട്ടന്റ് ആണല്ലോ അവരുടെ സെലക്ഷൻ. ഒരു വലിയ ഒരു ടീം എഫേർട്ടായിരുന്നു. കുറെ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റും ഇതുകൂടാതെ കഥ പറയാൻ വേണ്ടി വരുന്ന മറ്റ് ആൾക്കാരും എല്ലാവരുടെ കയ്യിൽ നിന്ന് ഞാൻ പിന്നെ നല്ല സിനിമകൾ കാണും, തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെ ചിലപ്പോൾ സ്ക്രീൻഷോട്ട് അപ്പം തന്നെ എടുത്ത് വെക്കും. അതായത് സ്ക്രീനിൽ നിന്ന് അപ്പം തന്നെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് വെക്കും. അത് എൻ്റെ ഒരു അത് ഈ ആഡ് ഫിലിം ചെയ്യുമ്പോഴും വേറെ ആൾക്കാരുടെ ആഡ് ഫിലിംസ് കാണുമ്പോൾ ഒരാൾ ഇഷ്ടപ്പെട്ടു അപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് വെക്കും. പിന്നീട് നമുക്കത് ലൈബ്രറിയിൽ വെക്കാം. പിന്നെ ഒത്തിരി പേരുണ്ട്. ഇപ്പോ ജോജിനൊക്കെ നമ്മൾ അന്ന് ആ സിനിമ ജോജി കണ്ടപ്പോ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ പറയായിരുന്നു, ഇപ്പൊ ജാഫർ ഇടുക്കി എനിക്ക് മിമിക്രിയിൽ അദ്ദേഹം ഉള്ള സമയത്തെ അറിയാവുന്ന ഒരാളാണ്. പക്ഷെ കയ്യൊപ്പ് എന്ന് പറഞ്ഞ സിനിമ, മമ്മൂക്കയുടെ കയ്യൊപ്പ്, ആ സിനിമ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള സിനിമയാണ്. രഞ്ജിത്തേട്ടന്റെ സിനിമയാണ്. അതിൽ മമ്മൂക്ക ജാഫർ ഇടുക്കിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിംഗിൾ ഷോർട്ട് സീനുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നിട്ട് ജാതി മതമൊക്കെ നമുക്ക് എന്താണ് സാർ ഉണ്ടായത്, എനിക്ക് അവനറിയാവുന്ന ബാബു എന്ന പേരില്ല, അവന്റെ ജാതി പോലും ഞാൻ ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ സീനാണത്. ആ സിനിമ കണ്ടപ്പോൾ ഞാൻ അന്ന് മാർക്ക് ചെയ്തു, ജാഫർ ഇടുക്കി, ഞാൻ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ജാഫർ ഇടുക്കി ഉണ്ടാവും. അങ്ങനെയാണ് ബൈസൈക്കിൾ ദിവസിൽ അദ്ദേഹത്തെ, അന്ന് പുള്ളി ഒരുപാട് സിനിമകളിലൊന്നും ഇല്ല. അപ്പോ അങ്ങനെ ഓരോരുത്തരെയും നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് ഞാനിങ്ങനെ, അത് ശബ്ദമാണെങ്കിലും ഞാൻ അങ്ങനെ എടുക്കും, ഒരാളുടെ ശബ്ദം കേട്ടാൽ അത് ഓക്കെ ഇത് കൊള്ളാം, അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. ഇതില് രഞ്ജിത്ത് സാർ ഉണ്ട് ഈ പറഞ്ഞ പോലെ, ഭയങ്കര വലിയ അനുഗ്രഹമാണ്. വലിയ ലെജൻഡറി ആൾക്കാരാണ്. നമ്മൾ വിളിക്കുമ്പോ എന്താ പറയാ, അവർക്ക് നമ്മളോട് ഒരു സ്നേഹമോ വാത്സല്യമോ ഒക്കെ കൊണ്ടാണ് അവർ വരുന്നത്. അവർക്കൊന്നും അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവ ഒരു ക്യാമിയോ ചെയ്തിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിലൊരു ഡയലോഗ് നമുക്ക് അയ്യപ്പനും കോശി ഓർമ്മിച്ചു, മറ്റേ ഈ വകുപ്പിന്റെ താഴെയാണ് എന്ന് പറയുന്നത് പോലെ ആഭ്യന്തര വകുപ്പിന്റെ താഴെയാണ് പോലീസ് എന്ന് പറയുമ്പോൾ പുള്ളിയുടെ അത് പറയുന്നതാണ്. അതുകൊണ്ട് ക്രിമിനൽസ് വേണ്ട ഡിപ്പാർട്ട്മെന്റ്, പോലീസുകാർ മതി. അത് പുള്ളിയാ വന്നു പോകുമ്പോഴും പുള്ളിയുടെ ഒരു പ്രസൻസ് ഇങ്ങനെ ഭയങ്കര ഒറ്റ സീനുള്ളെങ്കിൽ അത് ഭയങ്കര പവർഫുൾ ആണ്. അങ്ങനെ ഒരു മിനിസ്റ്റർ അമ്മാവൻ ഉണ്ടായിട്ട് ഇയാൾ 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ മേടിച്ചു എന്ന് പറയുന്നത്. ഈ വിജയേട്ടനായാലും ആസിഫ് ഖാന്റെ ആയാലും ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ജയശങ്കർ ആൻഡ് കാർത്തിക് അല്ലെ, ഇവര് രണ്ടുപേരെയും വിജയേട്ടന്റെ ശിവത്തിലെ ഭദ്രൻ മേനോനെ നോക്കുക, അല്ലെങ്കിൽ ഫിറോസ് മുഹമ്മദ് പത്രം നോക്കിയാൽ അല്ലെങ്കിൽ മാസായിട്ടുള്ള കുറച്ച് രോമാഞ്ചികത്വമൊക്കെ ഉള്ള അങ്ങനെയുള്ള നമ്മളത് എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവര് രണ്ടുപേരും വളരെ എന്താ പറയുക വൾണറബിൾ ആയ കുറെ പരിമിതികളുള്ള 2 പോലീസുകാർ. അപ്പൊ ഈ തലവൻ എന്നുള്ള പേരും അതിന്റെ ഒരു BGM ഒക്കെ കൊടുക്കുമ്പോഴും സാധാരണക്കാരായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഗ്രൗണ്ടഡ് ആക്കി നിർത്തി. ഇപ്പൊ ഇടയ്ക്കൊക്കെ അവരുടെ 1-2 സീനുകൾ നമുക്ക് ഈ സിനിമയുടെ ആവശ്യപ്രകാരമുള്ള ഒരു ഹീറോ സാധനമൊക്കെ ഉണ്ടെങ്കിലും ഈ ഗ്രൗണ്ടഡ് ആക്കി നിർത്തുക എന്നുള്ളത് എങ്ങനെയായിരുന്നു? അത് തുടക്കം മുതൽ തീരുമാനിച്ചാണ്. അതായത് അവര് മറ്റേ മസിൽ പെരുപ്പിച്ചിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ആവണ്ട, അങ്ങനത്തെ ടൈറ്റ് നമുക്ക് ഡ്രസ്സിലും പാഡിലും ഒക്കെ കൊണ്ടുവരാൻ വേണമെങ്കിൽ മേ ബി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വേണ്ട. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിരിക്കുന്ന പോലീസുകാരെ മുഴുവൻ റിയലായിട്ട് സാധാരണക്കാരെ, നമ്മൾ ഇങ്ങനെ ജീപ്പിലൊക്കെ ചിലപ്പോൾ ജ്യൂസ് കുടിക്കാനൊക്കെ ഒരു കടയിലിരിക്കും, ഒരു പോലീസ് ജീപ്പ് വന്നിരിക്കുന്നു, മോനെ 2 വാട്ടർ മെലൺ എടുത്തേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ലെവലിൽ. അപ്പൊ അതുകൊണ്ട് ഒരു സാധാരണക്കാരെ പോലത്തെ ഈ സൊസൈറ്റിയിലെ സാധാരണക്കാരായിട്ടുള്ള 2 വ്യക്തികളാക്കാം. അവർക്ക് ക്യാരക്ടേഴ്സ് ഉണ്ടാകാം, സ്വന്തമായിട്ടും ഒരു സ്വന്തം സ്വഭാവം ഉണ്ടാകാം. പക്ഷെ അവര് ഒരു ലാർജർ ദാൻ ലൈഫ്
വേണ്ടേ വേണ്ട എന്നുള്ള ആദ്യമേയുള്ള ഡിസിഷൻ ആയിരുന്നു. എഡിറ്റിംഗ് ഇപ്പം സൂരജിന്റെ പറഞ്ഞപ്പോ തന്നെ 2 നായകന്മാര് വരുന്ന സമയത്ത് എഡിറ്റിംഗിൽ പോലും ഇതില് ആ ഈക്വൽ ആയിട്ടുള്ള സ്പേസ് മാറിപ്പോവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അത്ര വരെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലും അപ്പൊ ഇതിൽ ഇപ്പം ആസിഫ് ഖ പറഞ്ഞു ഇതിലെ തലവൻ ബിജുചേട്ടനാണ് എന്ന് പറഞ്ഞ് നമുക്ക് കാണുമ്പോൾ ഈക്വലി സ്പേസ് ഉള്ളതായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ ആ കഥയിൽ തലവനെ ബിജുചേട്ടൻ എന്നാണോ വിചാരിച്ചത്? ഒരിക്കലും അങ്ങനെ ഒരു ഒന്നാമത്തെ കാര്യം ഷൂട്ട് ചെയ്യുമ്പോൾ ആ പേരില്ല, തലവൻ ഷൂട്ട് കഴിഞ്ഞ് 4 മാസത്തിന് ശേഷമാണ് പേര് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, സിസ്റ്റം തന്നെയാണ് തലവൻ എന്ന് എനിക്ക് തോന്നുന്നു. പോലീസിന്റെ ആ സിസ്റ്റം തന്നെയാണ്. അങ്ങനെയും കാണാം, അതിന് ഒരുപാട് രീതിയിൽ ആൾക്കാർ റീഡ് ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിക്കാം. കാരണം പോലീസിൽ എപ്പോഴും ഈ ഹൈറാർക്കി വളരെ ഇമ്പോർട്ടൻ്റാണ്. എപ്പോഴും തലവനുണ്ട്. കോൺസ്റ്റബിളിന് SI തലവനാണ്, മനസ്സിലായ, SIക്ക് CI തലവനാണ്. അപ്പോൾ ആ ഹൈറാർക്കി എപ്പോഴും ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കുമ്പോഴും മുകളിലൊരാളുടെ ഓർഡർ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് സിസ്റ്റം, മനസ്സിലായ. അതൊക്കെ അതിനകത്ത് നമ്മൾ ലൈറ്റായിട്ട് വന്നു പോയിട്ടുണ്ടല്ലോ. അതുപോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ആക്ഷൻ ഹീറോ ബിജുവിന്റെ സമയത്താണെങ്കിലും പുള്ളി കുറെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു എന്നൊക്കെ പറയുന്നേക്കാം. റിയലിസ്റ്റിക് സ്റ്റോറികൾ വരാൻ തുടങ്ങിയ പിന്നെ കുറെ മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു റിസർച്ച് ഡയറക്ടർ എന്നുള്ള സൈഡിൽ നിന്ന് കൂടിയിട്ടുണ്ട്. ജിസേട്ടൻ എങ്ങനെയാ അതില്? എനിക്ക് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് സുഹൃത്തുക്കൾ പോലീസിലുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ റൈറ്റേഴ്സ് ആയിട്ടുള്ള 2 പേരിൽ ഒരാൾ പോലീസാണ്, ശരത് പോലീസാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അത്തരം ഡൗട്ട്സ് എല്ലാം ചോദിക്കാം. സഞ്ജയ് ബോബിയോട് ചോദിക്കാം. കാരണം അവർ സല്യൂട്ട് എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ റിസർച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇവരുടേത്. പിന്നെ ഇതിലങ്ങനെ ഒരുപാട് ചോദിക്കേണ്ടി വന്നില്ല എന്ന് പറയാൻ കാരണം ബിജു മേനോൻ ഇത് കാണാതെ അറിയാവുന്ന മനുഷ്യനാണ്. കാരണം അച്ഛൻ ക്വാർട്ടേഴ്സിൽ വളർന്ന പോലീസ് ക്വാർട്ടേഴ്സിൽ വളർന്ന ആളാണ്. എല്ലാവരും പോലീസുകാരാ സുഹൃത്തുക്കൾ. അങ്ങനെ വളർന്ന ഒരാളാണ് തൃശ്ശൂർ. അപ്പോൾ ഓരോ കാര്യങ്ങളടാ ഇല്ലടാ അങ്ങനെ പെരുമാറില്ലടാ ഇന്ന് അങ്ങനെ കറക്റ്റ് ചെയ്യും. ബോഡി ലാംഗ്വേജ് ആണെങ്കിലൊക്കെ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരും. ആസിഫ് ഖാനെ എല്ലാവരും ചോദിച്ചു, ഇത്രയും വർഷമായി ചോദിക്കുന്ന ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. പക്ഷെ ഒരു കഥ കയ്യിൽ വന്ന് അല്ലെങ്കിൽ ഇപ്പൊ ആനന്ദ് ശരത്ത് ഇതിനെ സമീപിച്ച് ചേട്ടൻ ഓക്കെ പറയുന്ന ഒരു പോയിന്റിൽ സുഹൃത്തായ ആസിഫ് അലി ഇതിന്റെ ഭാഗമായാൽ എനിക്ക് സന്തോഷമാണ് എന്ന് ഫീൽ ചെയ്യാണോ? ഈ ക്യാരക്ടർ കാർത്തിക് ആയിട്ട് ആക്ടർ ആസിഫ് അലി വന്നാൽ നല്ലതാണെന്നാണോ തോന്നുന്നത്? ഉറപ്പായിട്ടും എനിക്ക് വിജയ് സൂപ്പറും പൗർണമിയുമാണ് ഞങ്ങൾ തിയേറ്ററിൽ ലാസ്റ്റ് ചെയ്തത്. ഇന്നലെ വരെ OTT ആയിരുന്നു. അപ്പൊ എനിക്ക് വിജയ് സൂപ്പർ കഴിഞ്ഞു. അത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലിയ രീതിയിൽ ഹിറ്റായ ഒരു സിനിമയാണ്. ഒരുപാട് ഇപ്പോഴും ഇങ്ങനെ ആൾക്കാർ ഇപ്പോഴും ആ TV-യിൽ വരുമ്പോൾ മെസ്സേജുകൾ വരികയും വിളിക്കോളും ഒക്കെ വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു തിയേറ്റർ പടം ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംഭവം എൻ്റെ കൺസേൺ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആസിഫ് അലിക്ക് ഓഫ് കോഴ്സ് വേറെ ഓപ്ഷനേ അവൾ ആലോചിച്ചിട്ടില്ല. കാരണം തിയേറ്ററിൽ പടം പോകണം, തിയേറ്ററിൽ അടിക്കുന്ന ഒരു സിനിമ പോകണം എന്നുള്ളത്. ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കഥ കേൾക്കുമ്പോൾ ബിജുചേട്ടനും ആസിഫുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്കറിയാം. എനിക്കാണെങ്കിൽ ബിജുചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരാളിങ്ങനെ ബോസായിട്ട് നിൽക്കുകയും വേണം. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ബിജുചേട്ടനോട് പറയാന്നുള്ളതായിരുന്നു ഉദ്ദേശം. ബിജുചേട്ടൻ അത് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പടം ഓണായി. പിന്നെ ബാക്കി അറിയാലോ, 2 ഹീറോയും പിന്നെ ഹീറോയിനും ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ എലമെന്റ്സും സിനിമയിൽ വന്നു ചേരും, ഓട്ടോമാറ്റിക്കലി വന്നു ചേരും. അതില് മിയെ അനുശ്രീ ഒരു ഇൻട്രസ്റ്റിംഗ് കാസ്റ്റ് ആയിട്ട് ഒത്തിരി പേര് പറഞ്ഞു. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കോംബോ ആണ്. കാരണം അവർ കുറച്ച് കമ്പാരിറ്റീവ്ലി സീനിയേഴ്സ് ആണല്ലോ. ഇപ്പോഴത്തെ ആരെങ്കിലും ഒക്കെ നമ്മൾ ആ ഒരു പ്രതീക്ഷിക്കാറ് എങ്ങനെയാ അവരാലോചിക്കുന്നത്? അല്ല, ഇത് എനിക്ക് അങ്ങനെ തന്നെ വേണമെന്നുണ്ടായിരുന്നു. വിജയേട്ടനെ നമ്മൾ വെച്ചേട്ടൻ്റെ വൈഫായിട്ട് അങ്ങനെ ഓക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു എന്താ പറയാ, ബോഡി ലാംഗ്വേജിന്റെ കാര്യങ്ങളായിക്കോട്ടെ, പ്രകടനം സട്ടിലായിട്ട് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. ലൗഡ് ആക്കേണ്ട സീനിൽ ലൗഡ് ആക്കുകയും വേണം. ഒരു പോയിന്റിൽ നമ്മൾ അവരെ കൂടെയൊക്കെ സംശയിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവർ 2 പേരും എന്റെ നല്ല സുഹൃത്തുക്കളാണ്. മിയ എന്നെ വെച്ചിട്ട് കുറെ ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. കറി പൗഡറിനൊക്കെ ചെയ്തിട്ടുണ്ട്. കറി പൗഡർ, പിന്നെ ചുരിദാർ മെറ്റീരിയൽ, കൂത്തീസ്, ഞങ്ങൾ മലേഷ്യയിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ആ ഒരു, പിന്നെ ഒബ്വിയസ്ലി ലാൽ സാറിനെയൊക്കെ ഡയറക്ട് ചെയ്ത പോലെ പ്രശാന്ത് ദിലീഷേട്ടനെ ഡയറക്ട് ചെയ്യുന്നില്ലേ? ദിലീഷ് ഭയങ്കര അടിപൊളിയായിരുന്നു. പുള്ളി ടർബോല് വരുന്നു, ഇവിടെ വരുന്നു. ദിലീഷിന്റെ കഥ കേൾക്കുമ്പോൾ ദിലീഷിന്റെ സജഷൻസും, ദിലീഷ് എഡിറ്റിങ്ങിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നതും അങ്ങനത്തെ നമ്മളെ സജഷൻസ് പറയും. നന്നായിട്ട് സജഷൻസ് പറയും. നല്ല സജഷൻസ് പറയും. കാണുമ്പോഴൊക്കെ ഇതിങ്ങനെ വന്നത് നല്ലതായിരിക്കും, അത് മ്യൂട്ട് ചെയ്താലും അങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ്. ഇതറിയോ, സിനിമ എപ്പോഴും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് ടീം വർക്കാണ്. അവിടെ നമുക്ക് ഒരു രീതിയിലുള്ള
എത്രയോ കൂടുതൽ ആൾക്കാർ സജഷൻസ് പറഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണ്. നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതിയല്ലോ. ഇത് മറ്റേ ഫിൽട്ടർ ചെയ്യേണ്ട ഒരു അരിപ്പയാണ് ഈ ഡയറക്ടർ എന്ന് പറയുന്നത്. ആ അരിപ്പയ്ക്ക് ഇഷ്ടമുള്ളത് കേക്ക് ആവശ്യമില്ലാത്ത വിട്ട് കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് ഈ സിനിമയിൽ. ഇതില് എതിരെ നിൽക്കുന്നവന്റെ ഉള്ളൊന്നും അറിഞ്ഞാൽ മതി, എല്ലാവരും പാവങ്ങളാ, അത് ഹിറ്റ് ജിസ്റ്റോ ഡയലോഗാണല്ലോ. അതിനുശേഷം വിജയ് സൂപ്പറിലാണെങ്കിൽ നമുക്കിത് ആ സിറ്റുവേഷനെ ജസ്റ്റിഫൈ ചെയ്യാം ഇത് വെച്ചിട്ടല്ലേ. ഇന്നലെ വരെ വേണമെങ്കിലും ആ കഥയെ ഈ പറഞ്ഞ ഡയലോഗ് വെച്ച് ജസ്റ്റിഫൈ ചെയ്യാം. ഇവിടെ എത്തുമ്പോഴോ ഇന്നലെ വരെയും ഞാൻ പറഞ്ഞു എപ്പോഴും ഞാൻ ഒരിക്കലും സിനിമയിൽ പ്രീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീൻ പോലും എഴുതിയിട്ടില്ല കേട്ടോ. പ്രീച്ച് ചെയ്യണമെന്നില്ല, ആ ഒരു സീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പ്രേക്ഷകർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനോ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പം സൺഡേ ഹോളിഡേയിൽ ലളിത ചേച്ചി പറയുന്ന ഡയലോഗ് എന്ന് പറയുന്നത് അപ്പുറത്തെ വീട്ടിൽ ഉള്ള കരമന സുധീർ ചെയ്ത കഥാപാത്രത്തെ ആസിഫ് അലി വന്ന് തലേദിവസം അവരുടെ വീട്ടിലിട്ട് ഇടിച്ചു. അപ്പൊ ഇനിയും ഇടിയുണ്ടാക്കാൻ അങ്ങോട്ട് വരരുത് എന്നുള്ളത് ഏറ്റവും അവരുടെ പരിമിതമായ ഭാഷയിൽ അവർ പറഞ്ഞിരിക്കുന്നതാണ്. അല്ലെങ്കിൽ വിജയ് സൂപ്പറിന്റെ ക്ലൈമാക്സിൽ സിദ്ദിഖൊക്കെ പറയുന്നത് ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഡെലിബറേറ്റ്ലി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വേണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. പക്ഷെ ഒറ്റ കാര്യം നിർബന്ധമുള്ളൂ, ടേക്ക് അവേ ഉണ്ടാവണം ഒരു സിനിമയ്ക്ക്. അത് എത്രത്തോളം ഞാനത് വിജയിച്ചിട്ടുണ്ടെന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, അതെനിക്ക് അറിയത്തുമില്ല. അത് വേണം ഓരോ കലാസൃഷ്ടിക്കും. സിനിമ എന്നല്ല, ഏതൊരു കലാസൃഷ്ടിയാണെങ്കിലും അതിന് ടേക്ക് ഹോം, നമ്മൾ ഇവിടെ നിന്ന് തിയേറ്ററിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഒരു സംഗതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതല്ലാതെ പെരിഫറൽ ആയിട്ട് സിനിമ ചെയ്യരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമം ഓരോ സിനിമയിലും ഞാൻ നടത്തുന്നുണ്ട്, അതിനുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോ സൺഡേ ഹോളിഡേയില് ഹോസ്പിറ്റൽ സീനില് ലാൽ സാറിനോട് പറയുന്നുണ്ട്, 10,000 വേദികളിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലതൊരു സിനിമ എടുക്കുന്നതല്ലേ സാർ. അതുപോലെ ഇറങ്ങി പോകാൻ പറയുമ്പോ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് സാറിന്റെ തേടി വന്നു സാർ ചോദിച്ചില്ലേ. കലയും അതുപോലെ വ്യവസായവും കൂടെ ആണ്, അതിൽ കലയ്ക്കും മുൻതൂക്കം നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അത് എനിക്കിപ്പോ ഓർമ്മ വന്നു. അതിന്റെ ഒരു പ്രൊപ്പോർഷൻ നോക്കിയാലേ ജിസ്റ്റോയ് സിനിമകളിൽ കല ആൻഡ് വ്യവസായം എങ്ങനെയാ? നല്ല ചോദ്യമാണ്. പക്ഷെ സത്യസന്ധമായിട്ട് ഈ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് മറ്റേ അങ്ങനെ പറയുന്നതല്ലാതെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ പറയും 50-50 ആണ്. എസ്തെറ്റിക്സ് വേണം, ബിസിനസ്സും വേണം. കാരണം ബിസിനസ് പാളിയാൽ ഇനി നമുക്ക് എസ്തെറ്റിക്സ് കാണിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. മനസ്സിലായോ? എസ്തെറ്റിക്സ് ഇല്ലെങ്കിൽ ഷെൽഫ് ലൈഫ് ഉണ്ടാവില്ല. ഇപ്പോൾ സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന സിനിമ നമ്മൾ അന്ന് ഇപ്പം 2017 ചെയ്ത സിനിമയാണ്. ഒരു കൊച്ചു സിനിമയായിട്ട് ആർക്കും ഒരു പ്രതീക്ഷയില്ലാതെ, ചെറിയ ഒരു ക്ലെയിമിങ്ങും ഇല്ലാതെ, ഒരു പോസ്റ്ററുകളില്ല, ഹോർഡിങ്സ് ഇല്ല, ഒന്നുമില്ലാതെ വന്നൊരു സിനിമയാണ്, കൊച്ചു സിനിമ. ആ സിനിമ ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ വന്ന് അതിന് വലിയ പടങ്ങൾ വന്ന് മാറുമ്പോഴും ഇതവിടെ തന്നെ ഒരു കൊച്ചു പടമായിട്ട് കിടക്കുന്നുണ്ട്. ജൂലൈയിൽ ഇറങ്ങിയ പടം ക്രിസ്മസ് വരെ തിയേറ്ററിൽ ഉണ്ടാവുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് ഓർമ്മയുണ്ട്. വെറുതെ പോയി കണ്ടത്. അതെ. അപ്പോൾ സിനിമയാണ് എപ്പോഴും ആത്യന്തികമായിട്ട് സംസാരിക്കേണ്ടതെന്നും അതിന് ആ ഷെൽഫ് ലൈഫ് ഉണ്ടാവണം. ഞാൻ ഈ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ സൺഡേ ഹോളിഡേ മേടിച്ചിരിക്കുന്ന ഏഷ്യനെറ്റാണ്. എല്ലാ ശനിയും ഞായറും നിങ്ങൾ നോക്കിക്കോളൂ, ഏഷ്യനെറ്റിന്റെ ഏതെങ്കിലും ഒരു ചാനലിൽ ഈ പടം ഓടുന്നുണ്ടോ? ആ ഒരു ഇതുണ്ടല്ലോ. നമ്മളെ ഇന്റർവ്യൂ കഴിഞ്ഞ എന്നോട് അന്ന് ആരോ ഉണ്ടായിരുന്നു ക്യാമറ, അവര് പറഞ്ഞു ഞാൻ ഇപ്പോഴും കാണാറുണ്ട് ആ പടം. അത് ആ പടത്തിന്റെ പ്രത്യേകത, എപ്പോ വേണേ നമുക്ക് ഇന്നാവാം, എപ്പോ വേണേ ഔട്ട് ആവാം. ഫുള്ളി ഇരുന്ന് കാണണമെന്നൊന്നുമില്ല. ചില ഭാഗം കണ്ട് അങ്ങനത്തെ എപ്പിസോഡ്, സിദ്ദിഖിയുടെ എപ്പിസോഡാണെങ്കിൽ ആ എപ്പിസോഡ്സ് കണ്ടിട്ട് അങ്ങ് ഇറങ്ങി പോവാം. അങ്ങനെ വയലാർ എഴുതുമ്പോ ഇതുപോലെ അതെങ്ങനെയാ മനസ്സിൽ വരുന്നത്? വയലാർ അത് മറ്റേ അത് ആക്ച്വലി സ്ക്രിപ്റ്റിലില്ല. അത് സിദ്ദിഖിക്ക റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നിയൊരു പരിപാടിയാണ്. അവിടെ ഒരു പഞ്ച് പരിപാടി വരണം, അങ്ങനെ എന്ത് കൊണ്ടുവരാം. ഇപ്പൊ അതിൽ പാടുന്ന പാട്ട് ബ്ലോക്ക് പോയല്ലോ, നീ വന്ന് എൻ ലൈഫ് ഇൻ ബ്ലോക്ക് പോയല്ലോ എന്ന് പറയുന്ന സാധനം പോലും അപ്പോ ഉണ്ടാക്കിയതാ. പിള്ളേരാരോ പുറത്തുപോയി അല്ലു അർജുന്റെ പടത്തിന്റെ DVD മേടിച്ചു കൊണ്ടു. ഞാൻ പറഞ്ഞു ഏതെങ്കിലും പാട്ട് ഇട്ടോ. അല്ല സാർ ഏത് പാട്ട് ഇട്ടാലും അപ്പൊ തന്നെ എഴുതാം. അങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ള പാട്ട് അപ്പൊ എന്ന് പറയുന്ന പോലെയാണ് ആ സീൻ ബ്ലൂമപ്പ് ആയി എന്ന് പറയുന്നത്. അതില് ആ പുള്ളി ആ ചാരി ഇരുന്നുള്ള ആ ഒരു ആക്ഷൻ സിദ്ദിഖാബിന്റെ നമ്മള് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിലായാലും അല്ലെ, നെക്സ്റ്റ് പടത്തിലായാലും, മോഹൻകുമാർ ഫാൻസിലായാലും പുള്ളി എപ്പോഴും എനിക്കൊന്ന് ഷഹീൻ ഖാനോട് സംസാരിച്ച പുള്ളി പറഞ്ഞിട്ടുണ്ട്, പണ്ട് ചോട്ടാവുമ്പതിന്റെ സമയത്തോട്ട് ഈ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പലതരം വിഗ് ഇരിക്കുന്നു എന്ന് പറയുന്ന പോലെ പുള്ളിയുടെ ഡ്രസ്സിങ്ങിലും ഒക്കെ ഒരു ഇൻപുട്ട് ഉണ്ടാവാറുണ്ട് എന്ന് പറയാറുണ്ട്. എല്ലാത്തിലും പുള്ളിയുടെ ഡിസൈൻ എങ്ങനെ വേണം, ആ ഡ്രസ്സോ മറ്റേ ഒരു കഷായ വസ്ത്രം എന്നൊക്കെ പറയുന്നത്, അത് സ്ക്രിപ്റ്റഡ് ആണ്. കാഷായ വസ്ത്രവും റെയ്ബാന്റെ കണ്ണടയും ചന്ദനക്കുറിയും എന്ന് പറയുന്ന പരിപാടി സ്ക്രിപ്റ്റഡ് ആണ്, പ്രോപ്പർ ആണ്. കഷായം, കറുത്തമുണ്ട്, പിന്നെ റെയ്ബാൻ, പ്രോപ്പർ, അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു.
പിന്നെ വിഗ് വേണ്ട എന്നുള്ളതും സ്ക്രിപ്റ്റഡ് ആയിരുന്നു. മറ്റേതിലൊക്കെ മോഹൻകുമാറിലും പൗർണമിയിലും മോഹൻകുമാറിലൊക്കെ സിദ്ദിഖയുടെ ഇൻവോൾവ്മെന്റ് ഭയങ്കരമായിട്ടുണ്ട്. ഇങ്ങനത്തെ ഹെയർ വേണം, അതിങ്ങനെ ആയിരിക്കണം, അത് കേളി ആയിരിക്കണം, അങ്ങനത്തെ ഒരു പരിപാടി സിദ്ദിഖൊക്കെ ഒരുപാട് ആ പടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഇതിൽ വിജയ് സൂപ്പറിലും അതെ. ഓരോ പടത്തിലും ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അതിരമ്പള്ളി പോയപ്പോൾ അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ സിദ്ദിഖൊക്കെ വണ്ടിയിൽ ഇരിപ്പുണ്ട്. ഞാൻ വേഗം വണ്ടിയിലോട്ട് കയറിയപ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അപ്പിയറൻസ്. ഞാൻ അവന് കലകിണ്ടല്ലോ എന്ന് തോന്നുന്നു. അപ്പൊ കള്ളുകൂടിയനാടാ, മുതലാളിയായ കള്ളുകൂടിയൻ. ഏതായാലും പുള്ളി അതിന് ഇപ്പോഴും എടുക്കുന്ന ഒരു എഫേർട്ട് ശരിക്കും അല്ലേ. അന്ന് ശ്രീനി സാറിന്റെ ലുക്ക് സൺഡേ ഹോളിഡേയില് ഫിക്സ് ചെയ്യുന്നതോ? സൺഡേ ഹോളിഡേയില് ഈ പറഞ്ഞ പോലെ ശ്രീനിയേട്ടന്റെ ലുക്ക്, ശ്രീനിയേട്ടൻ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ബാക്കോട്ട് ആലോചിച്ചാൽ സൺഡേ ഹോളിഡേ ആണ് പുള്ളി ഏറ്റവും ഫുൾ എനർജിയിൽ അഭിനയിച്ച ഒരു സിനിമ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞൊരു 6-7 വർഷത്തെ എടുത്താലേ. അപ്പൊ അതിനകത്തൊക്കെ പുള്ളി പഴയ ശ്രീനിവാസനെ കാണാൻ പറ്റുന്ന സിനിമ ഒരു പക്ഷേ അതായിരിക്കും. അപ്പോ എന്നിട്ടും പാവം മറ്റേ മോഹൻകുമാർ ഫാൻസിൽ വിളിച്ചപ്പോ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. പോളുകുട്ടി ബ്രദർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ ആ മോഹൻകുമാർ ഫാൻസിലെ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളി കുറേ നേരം ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ ഒരാളെ അറിയണം, ഇങ്ങനെ വീടുകളിലൊക്കെ പോയിട്ട് കിണർ പിടിക്കാൻ സ്ഥലം നോക്കുന്ന, ഇങ്ങനെ നോക്കിയിട്ട് ഭാവിയൊക്കെ പറയുന്ന എന്തോ കാര്യങ്ങളൊക്കെ ശരിയാ അവര് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ശ്രുതിനോട് ഞാൻ ഒരു വർഷം മുമ്പൊക്കെ സംസാരിച്ചപ്പോ ഈ സിത്താര ചോദിക്കും. ഞാൻ പറഞ്ഞു എല്ലാരും ചോദിക്കാതെ വീട്ടില്ല എന്നുള്ള. സിത്താരയുടെ തിരിഞ്ഞു നോട്ടത്തിൽ ശ്രുതി എന്നുള്ള ആക്ട്രസ് കൂടെ പ്ലേസ് ആയതില്ല എപ്പോഴും അങ്ങനെ. അതുപോലെ ഇപ്പൊ ആസിഫ് ഖാന്റെ കണ്ണ് എല്ലാരും പറയുന്ന പോലെ ശ്രുതിയുടെ കണ്ണിനെയും പറയാറില്ല, ഭയങ്കര പവർഫുൾ ആണ്. തലവനിലൊക്കെ ആസിഫ് ഖാന്റെ അത് കൃത്യമായി നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ സീൻ എങ്ങനെയായിരുന്നു ഇവർ രണ്ടുപേരുടെയും നോട്ടങ്ങളെ? ഒന്നാമത്തെ കാര്യം, ശ്രുതിനെ ഞാൻ കണ്ടുപിടിക്കുന്ന തന്നെ ഒരു കല്യാണ വീഡിയോ എന്നാണ്. ഒരു ഫ്രണ്ടിന്റെ കല്യാണ വീഡിയോ എനിക്ക് അതിന്റെ ലിങ്ക് അയച്ചു വന്നപ്പോൾ നോക്കിയപ്പോൾ ഈ വധുവിനെയും വരനെയും മറ്റേ അനുമോദിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി. അപ്പോൾ അവൾ ആരെയോ കൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ നോട്ടം കണ്ണാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റ് കണ്ണല്ലേ കൊള്ളാലോ, നേരെ പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അടിച്ച് ഇത് ഇന്ന കുട്ടിയാണ്, ഓക്കെ. അപ്പോൾ ഒന്ന് അവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഇങ്ങനെ പ്രേതം എന്നൊരു സിനിമയിൽ ചെറിയ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? പിന്നെ വരാൻ ഓഫീസിലേക്ക്, എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്, സ്റ്റുഡിയോയിലേക്ക് വന്നു. ഞാൻ ഇതിന്റെ കഥയുടെ ഒരു സ്വഭാവം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ശ്രുതി ഇത് മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്ക് ഫയർ ചെയ്യാം. കാരണം നിങ്ങൾ അങ്ങനെ ഒരു ആ ടൈമല്ല പറഞ്ഞെങ്കിലും ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്യാം. ആ ഒരു ഗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാവൂ. കാരണം എനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ പോലെ മറച്ചു വെച്ച് ഉള്ള ഒരു പരിപാടിയും അങ്ങനെ പ്രത്യേകിച്ച് ഈ സിനിമയിൽ നമ്മൾ ഒരാളെ കുറിച്ച് നിങ്ങൾ വലിയ സംഭവമാണ്, സിനിമ ഇറങ്ങുമ്പോൾ എങ്ങനെയാവും, ഒന്നുമില്ല, ഇതാണ് ഇതിന്റെ പരിപാടി, വർക്കൗട്ട് ആവില്ല എന്ന് നമുക്കറിയില്ല, സിനിമയാണ്. ഈ പോയിന്റ് പറഞ്ഞിട്ട് തന്നെയാണ് ശ്രുതി അതൊക്കെ ഏതോ ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടത്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ശ്രുതിയെ വിളിച്ചത്. ശ്രുതിക്ക് അത് ഭയങ്കര, ശ്രുതി അതൊക്കെ ഭയങ്കര വെൽക്കമിങ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നതൊക്കെ ഭയങ്കര ഫോർവേഡഡ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ശ്രുതി അത് ഓക്കെ പറയുന്നത്. എനിക്ക് സ്റ്റിൽ ആ കഥാപാത്രത്തിന് എനിക്ക് വേറൊരാളെ ഒരിക്കലും എനിക്ക് റീപ്ലേസ് ചെയ്ത് ആലോചിക്കാൻ പറ്റില്ല. ആ ലുക്കും മണ്ടത്തരം പറയുന്ന എത്ര ഡിഗ്രി തണുപ്പാണോ എന്ന് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിലും. അതുപോലെ പൗർണമിയിലാണെങ്കിലും യൂത്തിന് റിലീവ്, ഈ തേപ്പ് എന്നുള്ളൊരു ഇത് ട്രെൻഡ് ആവുന്ന സമയം അതാന്നാ ഞാൻ ഓർക്കണേ. ഏകദേശം ആ കാലത്തേക്കല്ലേ ഈ തേപ്പ് എന്നുള്ള വേർഡ് ഭയങ്കര ഈ തേപ്പ് കിട്ടിയ ഒരുപാട് പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ആണായാലും പെണ്ണായാലും അമലിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്നു. അല്ലെ പൗർണമീനെ പോലെ ഇൻഡിപെൻഡന്റ് ആവാൻ വിചാരിക്കുന്ന പെൺകുട്ടികൾക്ക് പൗർണമിയുടെ സിറ്റുവേഷൻസ് അല്ലെ, ഓൺട്രപ്രണേഴ്സ് ആവാൻ വിചാരിക്കുന്നിടത്ത് അതിനെ കണക്ട് ചെയ്യാന്ന് ചേട്ടന് ആദ്യമേ ഒരു ഇതുണ്ട്. അല്ലെ കഥയുടെ ഭാഗം ഇത് പോവുകയാണോ, അല്ലെങ്കിൽ നമ്മള് ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞുകൊണ്ട് ചെയ്യാന്ന് പറയുന്നത്? അല്ല, കണക്ട് ചെയ്യണം, കഥയുടെ ഭാഗമാവുന്നതിനേക്കാൾ കൂടുതൽ കണക്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഈ സിനിമയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആലോചിച്ചിട്ടില്ലാത്ത ചില പോയിന്റുകളൊക്കെ ആൾക്കാർ പറയും. ഭയങ്കര ചിലത് നമ്മൾ ആലോചിച്ചത് ഡെലിബറേറ്റ്ലി ആലോചിച്ച് തന്നെയായിരിക്കും, പക്ഷെ അത് ഒരു വലിയ വിഭാഗത്തിന് അത് മനസ്സിലായി എന്നുള്ള. ഇപ്പം ഇന്നലെ വളരെ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ, അദ്ദേഹത്തിന്റെ റിവ്യൂസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന റിവ്യൂ, ഈ തലവനിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ചീവീടിന്റെ സ്വരമുണ്ട്, അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി സംഭവിക്കുന്ന ഒരു മഴയും, അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ അപ്പം തന്നെ രംഗത്താന്ത് രവിയെ വിളിച്ചു. അങ്ങനെയൊക്കെ ആൾക്കാർ സംസാരിക്കുന്നു, അത് നമ്മൾ ആ ഇട്ട എഫോർട്ട് അവർക്ക് മനസ്സിലായി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഓഡിയൻസ് നമ്മളെക്കാളും ഫോർവേഡഡ് ആണ്. ഒരിക്കലും ഒരു സമയത്തും അവരെ വില കുറച്ച് കാണുന്ന മൊമെന്റിൽ നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കണം.
ഈ അരങ്ങ് വിട്ടു പോകണം. കാരണം അവർ നമ്മളെക്കാൾ ഫോർവേഡഡ് ആണ്, ഫാസ്റ്റാണ്. ഒരു സൂചന കൊടുത്താൽ പോലും അതുകൊണ്ടാണ് നമുക്ക് ഈ നമ്മളുടെ വീട്ടിൽ TV-യിൽ കാണുന്ന ഒരു സിനിമ അല്ലെങ്കിൽ എഡിറ്റിംഗ് ടേബിളിൽ കാണുന്ന ഒരു സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ വലിയുന്ന പോലെയൊക്കെ തോന്നുന്നത്. സിനിമ ഹാൾ ഈസ് ഡിഫറെൻറ്റ്. അവിടെ ഒരുമിച്ചിരുന്ന് കാണുന്ന മാസ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് ടോട്ടലി വേറൊരു പരിപാടിയാണ്. ആസ് എ ഡബിങ് ആർട്ടിസ്റ്റ്, ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ അല്ലു അർജുന്റെ ശബ്ദമാണ് ഞങ്ങൾക്ക് ജിസ്ജോയുടെ ഒരു തുടക്കം എന്ന് പറയുന്ന പോലെ പുഷ്പയിലും ചെയ്യുന്നു, ഇപ്പോൾ പുഷ്പ 2-ലും ഉണ്ടാവില്ലേ. നമ്മളൊരു ഡയറക്ടറായി ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷം ഒരു ഡബിങ് ആർട്ടിസ്റ്റായി കണ്ടിന്യൂ ചെയ്യുന്നത് അതിനോടുള്ള പാഷനാണോ, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോയത് കൊണ്ട് അതങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്? അല്ലല്ല, അത് ഡബിങ് എന്ന് പറഞ്ഞ തൊഴിലിനോടുള്ള റെസ്പെക്റ്റ് ആണ്. ആ തൊഴിൽ, ഞാൻ സംവിധായകനോ എന്തോ ആയിക്കോട്ടെ, ആ ജോലി എനിക്ക് വലുതാണ്. കാരണം അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് സ്വന്തമാക്കിയ ജോലിയാണ്. ഒരുപാട് ആഗ്രഹിച്ച് സ്വന്തമാക്കി, എത്രയോ പേരുടെ പുറകെ നടന്നും ഒക്കെ കിട്ടിയൊരു അവസരമാണ്. സോ എൻ്റെ മനസ്സിൽ അത് ഭയങ്കര വലുതാണ്, ഇപ്പോഴും വലുതാണ്. ഞാനത് പറഞ്ഞില്ലെങ്കിലും ആ പ്രൊഫഷൻ ഈസ് വലുതാണ്. കാരണം ഡബിങ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതായത് ആ തൊഴിലില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് സിനിമ പഠിക്കുന്നത്? ഞാൻ ആരെങ്കിലും കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഹരിഹരൻ സാറിൻ്റെ കൂടെയും ഫാസിൽ സാറിൻ്റെ കൂടെയും പ്രിയൻ സാറിൻ്റെ കൂടെയും സിബി മലൽ സാറിൻ്റെ കൂടെയും ലാൽജോ സാറിൻ്റെ കൂടെയും ഒക്കെ ഇത്രയും ലെജൻഡറി ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ, ലോഹിദാസ് സാറിൻ്റെ കൂടെ ഒക്കെ വർക്ക്, എത്രയോ പടങ്ങൾ. ഇപ്പൊ വിസ്മയത്തുമ്പത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ വില്ലന്റെ ശബ്ദം എൻ്റെ. അപ്പൊ അങ്ങനെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പൊ ഞാൻ അതിനൊക്കെയുള്ള ഭാഗ്യം കിട്ടിയത് ആ സ്പേസാണ്, ഡബിങ് എന്ന് പറയുന്ന സ്പേസ്. അതെനിക്ക് വലുതാണ്. അതിപ്പോൾ അല്ലു അർജുന് വേണ്ടിയിട്ടല്ല, എത്ര ഇതാണെങ്കിലും എനിക്ക് എൻ്റെ ശബ്ദത്തിന് മാച്ച് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കത് താല്പര്യത്തോടെ തന്നെ ചെയ്യുന്നതാണ്. ഒരു തർക്കമില്ല. സെവൻസിൽ ജോജി ചേട്ടനെ ഡബ് ചെയ്ത ഒരു കൗതുകമാണ്. അത് ഭയങ്കര, എനിക്ക് ഭയങ്കര ഇപ്പോഴും ഭയങ്കര ഞെട്ടൽ. ജോജി ചേട്ടന്റെ ശബ്ദത്തിൽ അത് എന്നെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞത് ഞാൻ ഓക്കെ ആണോ, ജോജുവിന്റെ ശബ്ദം ഉഗ്രൻ ശബ്ദമല്ലേ, എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. താൻ വരുന്നുണ്ടോ? ജോഷിയേട്ടനെ വിളിക്കുന്നത്. ജോഷിയേട്ടനെ വിളിക്കുന്നത്, വിളിച്ച അസോസിയേറ്റ്. താൻ വരുന്നുണ്ടോ? താൻ വല്ല ചോദ്യം ചോദിക്കരുത്, ജോഷിയേട്ടനാണ് വിളിക്കുന്നത്. മര്യാദയ്ക്ക് 4 മണിക്ക് വരാം. ചേട്ടാ മറ്റേ ഒന്ന് പറയണം, ജോഷിയേട്ടൻ വരും, 4 മണിക്ക് നിങ്ങൾ ഉണ്ടാവണം. ശരി, ഓക്കെ. ഞാൻ നേരെ കട്ട് ചെയ്ത് ജോജിനെ വിളിച്ചേടാ, എന്നെ ഡബിങ്ങിന് വിളിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? നീ പോയി ചെയ്യടാ. അത് പുള്ളിക്ക് തിരക്കായിരുന്നു, എന്തോ അവന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ കേൾക്കുമ്പോ ആ പോലീസ് വാനിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു. ഞാൻ ഇപ്പോഴും ചാനൽ വരുമ്പോ അതും ആ ഏരിയ മാറ്റിക്കളയും. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്റെ ശബ്ദം. ജോജിക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജോജുവിന്റെ ശബ്ദം നല്ല ശബ്ദമാണ്, നല്ല ക്ലാരിറ്റി ഉള്ള വോയിസ് ആണ്. വിജയന്റെ പോലെ. അതെ. സുഹൃത്ബന്ധം ജയസൂര്യ ആയിട്ടുള്ളത് പണ്ട് തൊട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉമ്മപ്പെണ്ണിനൂരിയാട പയ്യനെ ഡബ് ചെയ്ത് നടന്നതൊക്കെ പണ്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സിനിമയിലും ജയസൂര്യ വന്നിട്ടുണ്ട്. ഞങ്ങളൊരു കഥ ആലോചിച്ചിരുന്നു, ഞാൻ എബ്രഡ് ഷൈനും കൂടെ ജയസൂര്യ അഭിനയിക്കുന്നത്. അപ്പം പക്ഷെ ജയൻ ആ സമയത്താണ് ഇപ്പൊ ചെയ്യുന്ന വലിയ പടത്തിന്റെ ഷൂട്ടിംഗ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലം ചിലപ്പോൾ ആ സ്ക്രിപ്റ്റുമായിട്ട് കാത്തിരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തൽക്കാലത്തേക്ക് അങ്ങനെ സിനിമ എനിക്കിഷ്ടം. ജയനെ ഭയങ്കര ഇഷ്ടമാണ്. ജയൻ ഉഗ്രൻ ആക്ടറാണ്, അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. വെരി ടാലന്റഡ്, വെരി വേഴ്സറ്റൈൽ. കാരണം ഞാൻ പലയിടത്തും പറയാറുള്ള സാധനമാണ്, ജയൻ്റെ ഒരു ഇത്രയും ക്ലോസ് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഇത് മേരിക്കുട്ടിയാണ്, ഇത് മറ്റേ ആടാണ്, ഇത് പുണ്യാളനാണ്, ഇത് ഉമ്മപ്പെണ്ണാണ്, ഇത് യോബിന്റെ പുസ്തകമാണ്. അത് എത്ര ആർട്ടിസ്റ്റ് ഉണ്ടാക്കാൻ അല്ലേ? നമുക്ക് മാക്സിമം ചെയ്യാവുന്ന സതീശൻ കഞ്ഞിക്കുഴിയെ നമുക്ക് മനസ്സിലാവും. അത് കോസ്റ്റ്യൂം കാണരുത്, കോസ്റ്റ്യൂം കണ്ട ആർക്കും വേണമെന്ന് പറയാം. ക്ലോസ് അപ്പ് പോസ് ചെയ്ത് വെച്ചാൽ ജയന്റെ അവന് എടുക്കുന്ന എഫേർട്ടാണ്. അത്ര എഫേർട്ട് ഒരു ക്യാരക്ടറിന് വേണ്ടി എടുക്കുന്ന ഒരാൾ. നമ്മൾ പുറകോട്ട് അങ്ങനെ ആലോചിച്ചാൽ ഒരുപാടുണ്ട്. ട്രിവാൻഡ്രം ലോഡ്ജിൽ എത്ര പടങ്ങളാണ് പറയാൻ പറ്റും. അത് വലിയ ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പേസിൽ അതിനെ കുറിച്ച് പറയുന്നത്. അത് ഒരു ആർട്ടിസ്റ്റ് എടുക്കുന്നത് എന്ന് പറയാൻ അത് ചെറുതോ വലുതോ, സിനിമ വിജയിക്കപ്പെട്ടോ എന്തോ ആയിക്കോട്ടെ, ഒരു സിനിമയ്ക്ക് എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര ട്രൂത്ത്ഫുൾ ആണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ആസിഫ് ഖാൻ ഇതിൽ ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഫിസിക്കലി ഒക്കെ കുറച്ച് വർക്ക്ഔട്ട് ഒക്കെ ചെയ്തതിന് വേണ്ടി ട്രൈ ചെയ്ത്. അപ്പോൾ ആസിഫ് ഖാന്റെ പടങ്ങൾ വിജയിക്കാതെ വരുന്ന സമയത്ത്, ആക്സെപ്റ്റൻസ് കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഹേറ്റഡ് എന്ന് പറയണമെന്ന് അറിയില്ല, എന്തായാലും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരാം. ആസിഫ് അലി കുറെ വരാറുണ്ടല്ലോ, അതിപ്പോൾ നമ്മളൊക്കെ അറിയാം, ഇന്റർവ്യൂസിന്റെ ഒക്കെ താഴെ വരുന്ന കമന്റുകളൊക്കെ കാണാറുണ്ട്. ജേട്ടൻ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ പിന്നെ വേറൊരു രീതിയിലാണ്, പുള്ളി പറയുന്ന നിലപാടുകളുടെ പേരിലും കൂടെയാണ് പുള്ളിക്ക് ഒരു ഹേറ്റഡ് വരുന്നത്. ഒരു സുഹൃത്ത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ രണ്ട് ഇതിനെ എങ്ങനെയാ കാണുന്നത്? ഞാൻ ഇതിനെ കാണുന്നത്, സിനിമയിൽ ഇപ്പൊ നമ്മൾ സൂപ്പർ സ്റ്റാർസ് ഉൾപ്പെടെ നോക്കും, ഒരു സമയത്ത് ബാക്ക് ടു ബാക്ക് 10-12 പടങ്ങൾ ഇവരുടെ പൊട്ടി കാലം ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ ഹിറ്റിലാണ് തിരിച്ചു വരുന്നത്.
അതാണ് സിനിമയുടെ മാജിക്. സിനിമയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര ഫ്ലോപ്സിലൂടെ പോയാലും അടുത്തത് ഹിറ്റാണ്. ഒരു ഹിറ്റ് വന്നാൽ ഇതിനെല്ലാം കവർ ചെയ്യും. അത് അങ്ങനെയാണ്, അതിന്റെ പ്രത്യേകത തന്നെയാണ്. പിന്നെ നമ്മൾ ഈ കളത്തിലുണ്ടാവുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ പറഞ്ഞ ഞാനും ആസിഫും കൂടെ കഴിഞ്ഞ പടം ഇന്നലെ വരെ എന്നൊരു സിനിമ ചെയ്യുമ്പോൾ സിദ്ദിഖ് നമ്മുടെ ഡയറക്ടർ സിദ്ദിഖ് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദിഖ് ഞങ്ങളെ കാരവണിലേക്ക് വിളിപ്പിച്ചു, ഒന്നിച്ച് ലഞ്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ സിദ്ദിഖ് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ആസിഫെ, നമ്മൾ ഒരു കലയെ സത്യസന്ധമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ അതിന്റെ മോണിറ്ററി ബെനിഫിറ്റോ ഫിനാൻഷ്യൽ ബെനിഫിറ്റോ ആളുകൾ തിരിച്ചറിയുന്നു, അതൊക്കെ മറന്നേക്ക്. അതൊക്കെ നിങ്ങളുടെ കൂടെ വരും. അതൊരു അഡീഷണൽ ഇതായിട്ട് ഇതിന്റെ പുറകെ വന്നോളൂ. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. അതല്ല പ്രയോറിറ്റി ഈ കല ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളതാണ്. അത് നിങ്ങൾ 100% സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വിട്ടാലും ആ കല നിങ്ങളെ വിടില്ല. അത് ഭയങ്കര പോയിന്റാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനും ആസിഫും 2 വിദ്യാർത്ഥികൾ കേൾക്കുന്ന പോലെ കേൾക്കുകയും ഞാനിങ്ങനെ ആസിഫെ നോക്കുമ്പോൾ അവന്റെ ഈ കണ്ണ് ഭയങ്കര പ്രത്യേകതയുള്ള കണ്ണായതുകൊണ്ട് ഈ ബൾബിന്റെ അറ്റത്ത് മഴത്തുള്ളി വീണ പോലെ ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞ് ഇരിക്കുന്നത് ഞാൻ ഒരിക്കലും മറക്കില്ല. വലിയൊരു പാഠമാണ് ഒക്കെ പറഞ്ഞത്. അപ്പോ തലവൻ കുറെ ദിവസങ്ങൾ മുന്നോട്ട് പോകട്ടെ. തലവൻ 2 ഞങ്ങൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. തലവൻ 2 വന്നോട്ടെ. പക്ഷേ ഇതിപ്പോ താങ്ക് യു സോ മച്ച്. മൈ പ്ലഷർ. താങ്ക് യു.